രാവിലെ തന്നെ കുറച്ച് കണവ മീൻ കിട്ടി. അപ്പോൾ അതിന് വേണ്ടി ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും മുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊക്കെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കണം. നന്നായി ഇതിലോട്ട് എണ്ണയിൽ കിടന്ന് നല്ല രീതിയിൽ വേവണം. അപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഈ പൊടികളുടെ പച്ചമണം മാറി വരണ വരെ ഇളക്കണം. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് ഇതിലേക്ക് നന്നായി ഇളക്കി കൊടുക്കണം. അതിൻ്റെ ചേരുവയൊക്കെ ഇതിലോട്ടൊന്ന് ചേരണം. നന്നായി ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇതിലോട്ടൊന്ന് ചേരുമ്പം ശരിയായിക്കോളും. ഇനി കുറച്ച് വാഴക്കൂമ്പ് തോരൻ ഉണ്ടായിരുന്നു. അത് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കണവ തോരനും കൂടെ വയ്ക്കാമെന്ന് കരുതി. അപ്പം 1 സവാളയും 1 ഇഞ്ചിയും കൂടെ എടുത്ത് മിക്സിയിലിട്ട് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പം അതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഒരെണ്ണം മതിയാവും. അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കണവയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്തോളും. പിന്നെ വാഴക്കൂമ്പ് തോരത്തിന് അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണവത്തോരന് കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടേക്കൊന്ന് വൃത്തിയാക്കി. നമുക്ക് കഴുകാനൊക്കെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നല്ലോണം ഒന്ന് കഴുകി എടുക്കുകയായിരുന്നു. അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ ഞാൻ അപ്പോഴപ്പോഴും കഴുകി വൃത്തിയാക്കും. അല്ലെങ്കിൽ അതവിടെ കിടന്നോളും. പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോഴപ്പോഴും കഴുകി വൃത്തിയാക്കി വയ്ക്കും. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തുടക്കിയിരുന്നു അവിടെ. പിന്നെ കണവ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട്, കുറച്ച് മതി, ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ തോരൻ റെഡിയായി വരും. ഇതിനിടയ്ക്ക് നമ്മുടെ കണവക്കറിയും റെഡിയായിട്ടുണ്ട്. നമ്മുടെ തോരനും റെഡിയായി.